പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ അലാസ്ക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഷുവാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കുന്നു. നല്ല തണുപ്പുള്ള ഒരു സ്റ്റേറ്റ്. ആദ്യമായിട്ടാണ് അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത്. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എറിക് റോണിബർഗ്, തൻ്റെ വൈഫ് അലീന, തൻ്റെ മകൾ റോസ്, ദൈവം ഇവരെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേറ്റിലേക്ക് അയച്ചു. അവർ ചിക്കാഗോയിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ ദേശത്തൊരു വലിയ ദൈവിക ഉണർവുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇവരോട് ആലോചന അറിയിച്ചതിന് ശേഷം ഇവർ അലാസ്കയിലേക്ക് താമസം മാറുകയും അങ്ങനെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർക്ക് ആരംഭിക്കുകയും അവരുടെ ജോലിയോട് ബന്ധപ്പെട്ട് തന്നെ സുവിശേഷത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കർത്താവ് അവർക്ക് അവസരങ്ങളെ നൽകി. നമ്മുടെ മലയാള സമൂഹത്തിലെ ആരും തന്നെ ഇവിടെ ആരാധിപ്പാനോ സഹകരിപ്പാനോ നിലവിൽ അലാസ്കയിൽ ഇല്ല. എന്നാൽ ഇവിടെയുള്ള ലോക്കൽസ് അധികം ആൾക്കാരൊന്നും ഇവിടെ താമസിക്കുന്നില്ല. എങ്കിലും ഈ ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള ദൈവാലോചന. ഇവിടെ സാധാരണ നിലയിൽ അധികം നാൾ താമസിക്കുക അസാധ്യമാണ്. 6 മാസം ഇവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഇരുട്ട് ഇവിടെ അധികമായി കാണുന്നില്ല. രാത്രി 10, 11 മണി 11:30 ആകുമ്പോഴും ഉച്ചയ്ക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള വെളിച്ചമാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രത്യേക ജീവിത അന്തരീക്ഷം, പ്രത്യേക ജീവിതശൈലി, മഞ്ഞുമലകളും അങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രത്യേക നാട് അലാസ്ക. ഞാൻ കർത്താവിൻ്റെ ദാസൻ റോണിബർഗിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസൻ ഒരു ജൂ ആണ്. അദ്ദേഹം ഒരു അനോയിൻറ്റഡ് ആണ്. അദ്ദേഹം ഒരു വലിയ അഭിഷേകത്തെ ക്യാരി ചെയ്ത് ഇവിടെയുള്ള ജനത്തോട് കർത്താവിനെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ. കമോൺ പാസ്റ്റർ എറിക് റോണിബർഗ്. Hi, good morning. Amen. Welcome from Alaska, the great land. Alaska means the great land. Amen. Only the great God, the great I am, can make a land this great, this beautiful, this amazing. God is speaking to his people through his word and through his creation and through his saints. Thank God for bringing apostles from India. Amen. To light a fire, keep it burning in Alaska in Jesus' name. Encourage his people, encourage the church, and bless the nations that are visiting us. So we're saying thank you, Jesus, for sending your servant in Jesus' name. Amen. 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 Thank you. എല്ലാവരും ഈ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവർ വളരെ ശക്തിയോടെ ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ആ കുടുംബം വളരെ ഗിഫ്റ്റഡ് ആണ്, വളരെ അനോയിൻറ്റഡ് ആണ്. പരിശുദ്ധാത്മ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കുന്നു. ആക്ച്വലി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ജനം ഇവിടെ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ 10-ൽ താഴെയുള്ള അംഗസംഖ്യ മാത്രമേ അങ്ങനെയുള്ളവർക്ക് കാണുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു വലിയ റിവൈവൽ ഉണ്ടാകും. അലാസ്കയുടെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുക. May God bless you all. Amen. Amen. Amen.